വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2015 മുതൽ 2025 വരെയുള്ള CPO എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 2024 വീഡിയോ നമ്മൾ ചെയ്തു. 2025 ഡ്രൈവർ, CPO, വുമൺ CPO എന്നീ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ദേ നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഉയരവും യഥാക്രമം 1:2:3 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ വ്യാപ്തം 1296 സെൻറ്റിമീറ്റർ ക്യൂബായാൽ ഉയരം എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, അംശബന്ധം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ക്യൂബിന് പകരം, വ്യാപ്തത്തിന് പകരം എന്താണ് തന്നിട്ടുള്ളത്? ഉപരിതല വിസ്തീർണമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വ്യാപ്തമാണ് തന്നിരിക്കുന്നത്. യഥാക്രമം നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. 1:2 ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് അല്ലേ, അത് തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. 1:2:3 എന്ന് തന്നിട്ടുണ്ട്. 2:3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 1296 എന്ന് തന്നിട്ടുണ്ട്. വോളിയം 1296 സെൻറ്റിമീറ്റർ ക്യൂബാണ്. എന്താ വോളിയം കാണാനുള്ള ഇക്വേഷൻ? വോളിയം കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇതാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത് എന്താണ്, ബ്രെഡ്ത്ത് എന്താണ്, ഹൈറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം ആദ്യം തന്നെ അല്ലേ. ഇവിടെ നോക്കി, ഇത് തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. ഇതിനർത്ഥം, ഈ അംശബന്ധം തന്നതിൻ്റെ അർത്ഥം എന്താണ്? അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീളത്തെയും വീതിയെയും ഹൈറ്റിനെയും ഉയരത്തെയും ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിമ്പിൾ രൂപമാണ് അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നീളത്തെയും വീതിയെയും ഉയരത്തെയും ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത സിമ്പിൾ രൂപമാണ് അംശബന്ധം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 1:x ആണ്. ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് 1നെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നീളം കിട്ടും. അതേപോലെ ബ്രെഡ്ത്ത് കിട്ടണമെങ്കിൽ അതേ കോമൺ നമ്പറിനെ കൊണ്ട് 2നെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? വീതി കിട്ടും. ഉയരം കിട്ടണമെങ്കിൽ അതേ ഒരു കോമൺ നമ്പർ കൊണ്ട് 3യെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഉയരം കിട്ടും. ഇത് നീളത്തിൻ്റെത്, ഇത് വീതിയുടേത്, ഇത് ഉയരത്തിൻ്റെ അളവാണ് അല്ലേ. അതിനെ ഓരോന്നിനെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് കിട്ടും. ഇവിടെ കോമൺ നമ്പറായിട്ട് നമ്മൾ എക്സ് എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ് കൊണ്ട് എല്ലാവരെയും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നീളം കിട്ടും, വീതി കിട്ടും, ഉയരം കിട്ടും. ഓക്കെ, ഈ വാല്യൂസ് ഇതിനകത്തോട്ട് ഇട്ട് നോക്കിയേ. എക്സ് ഇൻറ്റു ലെങ്തിന് പകരം എക്സ് ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം 2x ഇൻറ്റു ഹൈറ്റിന് പകരം 3x. ഇത് ചെയ്ത് കിട്ടുമ്പോൾ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 1296 എന്ന് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ തന്നിരിക്കുന്ന വോളിയം. ക്ലിയർ ആണോ? ഓക്കെ, ഇതേ നോക്കിയേ. എക്സ് ഇൻറ്റു 2x ഇൻറ്റു 3x എത്ര കിട്ടും? 2 × 3 6 എക്സ് ക്യൂബ് എന്ന് കിട്ടും അല്ലേ. 6x ക്യൂബ്, 1x, 2x, 3x തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എക്സ് ക്യൂബ് കിട്ടും. ഒരിക്കലും 3x എന്ന് എഴുതി വെക്കരുത്, എക്സ് ക്യൂബ് കിട്ടും. ഈക്വൽ ടു 1296. ഇവിടെ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ക്യൂബ് ഈക്വൽ ടു 1296 ഡിവൈഡഡ് ബൈ 6 അല്ലേ. ആൻസർ എത്ര കിട്ടും? 216 എന്ന് കിട്ടും. എക്സ് ക്യൂബ് ഈക്വൽ ടു 216 ആണെങ്കിൽ, എക്സ് ക്യൂബ് ഈക്വൽ ടു 216 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് 216 ഈക്വൽ ടു 6 ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? 6. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. കണക്ക് തീർന്നില്ല. നമ്മൾ ചോദിച്ചിരിക്കുന്ന ഉയരം എത്രയാണ് എന്നാണ്. ഉയരം കണ്ടുപിടിക്കുന്ന എത്രയാണെന്ന് നമ്മൾ പഠിച്ചു. ദേ ഉയരം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. h ഈക്വൽ ടു 3x ആണെന്ന് കണ്ടുപിടിച്ചു. h ഈക്വൽ ടു 3x ആണ്. അതായത് 3യുടെ കൂടെ ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ 6, അത് ഗുണിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഹൈറ്റ് കിട്ടുന്നത്. 3 × 6 എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ. അതാണ് നമ്മുടെ ഉയരം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 പ്ലസ് 1/4. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 പ്ലസ് 1/4. ഇവിടെ നോക്കിയേ, 2ഉം ക്യാൻസൽ ചെയ്തു അല്ലേ. 3ഉം ക്യാൻസൽ ചെയ്യാം, കാരണം ഛേദത്തിലും അംശത്തിലുമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് 3ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് അവശേഷിക്കുന്നുണ്ട്? ഇവിടെ 1/4 അവശേഷിക്കുന്നുണ്ട്. പ്ലസ് 1/4 പ്ലസ് 1/4 2/4. എന്തുകൊണ്ടാണ് 2/4 എന്ന് എഴുതിയത്? ഇത് നോക്കിയേ, രണ്ട് ഫ്രാക്ഷനകത്തിലെയും ബേസ് എന്ന് പറയുന്നത്, ഛേദം എന്ന് പറയുന്നത്
ചെയ്യുന്നത്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് സെയിം ഡിനോമിനേറ്റർ തന്നെ എഴുതിയിട്ട് അംശം തമ്മിൽ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി എഴുതുന്നു. ഈക്വൽ ടു 2/4. 2/4നെ നമുക്കൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 1/2 എന്ന് കിട്ടി. ആൻസർ 1/2 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഹെയർ എന്നത് 81918 എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6920 തുല്യമായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള കോഡുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ABCD ക്രമമായിട്ട് എഴുതുക, അതിൻ്റെ പ്ലേസിൻ്റെ വാല്യൂസ് കൊടുക്കുക. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ABCD എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പ്ലേസിൻ്റെ വാല്യൂയും കൊടുത്തു. ഇവിടെ നോക്കിയേ, HAIR ഏത് രീതിയിലാണ് അതിന് വാല്യൂ കൊടുത്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തേ നോക്കിയേ, Hൻ്റെ വാല്യൂ എത്ര, 8. Hൻ്റെ വാല്യൂ 8. ഓക്കെ, Aയുടെ വാല്യൂ എത്ര, 1. Aയുടെ വാല്യൂ 1. Iയുടെ വാല്യൂ എത്ര, I 9. ആറിൻ്റെ വാല്യൂ എത്ര, 6 18 അല്ലേ. ഇതേ നോക്കിയേ, 819118 ഈ വാല്യൂ അല്ലേ ഈ കിട്ടിയേക്കുന്നത്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പ്ലേസിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ 6920 എന്നുള്ളത് എങ്ങനെ വരും? ആദ്യം തന്നെ ആദ്യത്തെ നമ്പർ എടുക്കാം, 6 എന്നുള്ളത്. നോക്കിയേ, 6 എന്ന് പറയുന്ന എഫ് വരും അല്ലേ, എഫ് വരും. 6 എന്ന് പറയുന്നത് എഫ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ അക്ഷരം കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടി. ഫിറ്റ് എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. നോക്കിയേ, ഐ എന്ന് പറയുന്നത് 9 അല്ലേ, കറക്റ്റാണ്. ഐ എന്ന് പറയുന്നത് 9. ടി എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് 20. നോക്കി, 20 ടി ആണ്. ഫിറ്റ് കറക്റ്റ് ആൻസറാണ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒറ്റയാനെ കണ്ടെത്തുക. അതേ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിനകത്ത് 90 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണ് അല്ലേ. 18 എന്ന് പറയുന്നതും 9ൻ്റെ ഗുണിതമാണ്. അതേപോലെ 108 എന്ന് പറയുന്നതും 9ൻ്റെ ഗുണിതമാണ്. 146 9ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ബാക്കിയുള്ള നമ്പർ എല്ലാം 9ൻ്റെ ഗുണിതമാണ്. എന്തൊഴികെ, 146 ഒഴികെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 146 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുകയുടെ ഇക്വേഷൻ എന്താണ്? n എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ n × n+1/2 അല്ലേ. n × n+1/2 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n × n+1/2. ഇവിടെ 100 എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 100 × 101 അല്ലേ. 100 × 101/2. ഇവിടെ നോക്കി 2ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 50 എന്ന് കിട്ടും. 101 × 50 എത്ര കിട്ടും നമുക്ക്? 5050 എന്ന് കിട്ടും. 5050 അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോക്കിയേ, ഒരാൾ 5000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5000 രൂപ 10% സാധാരണ പലിശ നിരക്കാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2000 രൂപ പലിശ ലഭിക്കണമെങ്കിൽ, പലിശ എത്ര കിട്ടണം നമുക്ക്? 2000 രൂപ കിട്ടണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? എത്ര വർഷത്തേക്കായിരിക്കണം നമ്മൾ നിക്ഷേപിക്കുന്നത്? നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. പി തന്നിട്ടുണ്ടല്ലേ. പി എന്ന് പറയുന്ന 5000 ആണ്. പി എന്ന് പറയുന്നത് 5000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 10%. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കണം. പിന്നെന്ത് തന്നിട്ടുണ്ട്? ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 2000 രൂപ. നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. സാധാരണ പലിശയ്ക്കകത്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. PNR / 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ഇത് ഇനി നോക്കിയേ, ക്വസ്റ്റ്യനിനകത്തേക്ക് നോക്കിയേ. ഇതിനകത്ത് പി തന്നിട്ടുണ്ട്, n തന്നിട്ടില്ല, R തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? n മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എടുത്തിട്ട് അതിനകത്തിലേക്ക് വാല്യൂ ഇട്ട് നോക്കുക. പി എന്ന് പറയുന്നത് 5000 ആണ്. n അറിയില്ല, എത്ര വർഷമാണെന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കണം. R എന്ന് പറയുന്ന 10% അല്ലേ. 10/100 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ പലിശ കിട്ടണം? 2000 രൂപ പലിശ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, 0 ക്യാൻസൽ ചെയ്ത് പോയി. 50 × 10 500 എന്ന് കിട്ടും അല്ലേ. 500 n = 2000. 500 n = 2000. അങ്ങനെയാണെങ്കിൽ n = 2000 / 500. 2000 / 500. 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 20 / 5 4 എന്ന് കിട്ടി. 4. അപ്പം 4 വർഷത്തേക്ക് നിക്ഷേപിച്ചാലാണ് 2000 രൂപ നമുക്ക് എന്ത് കിട്ടുന്നത്? പലിശ കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് ആകെ ഒറ്റ ഇക്വേഷനുള്ളൂ, PNR / 100 എന്ന് പറയുന്ന ഇക്വേഷൻ. ക്ലിയർ ആണോ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ എഴുതുക. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ എഴുതുക. നോക്കിയേ, 216, 343. അടുത്തൊരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്, അത് കഴിഞ്ഞ് 729. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു 1 മുതൽ 10 വരെ ഉള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ പഠിച്ചു വെച്ചേക്കുക, ക്യൂബ് പഠിച്ചു വെച്ചേക്കുക. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സ്ക്വയറിനെയും ക്യൂബിനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് ദേ നോക്കി, 216 എന്ന് പറയുന്ന 6ൻ്റെ ക്യൂബാണ്. 216 6ൻ്റെ ക്യൂബാണ്. 343 എന്ന് പറയുന്നത് 7ൻ്റെ ക്യൂബാണ്. 7ൻ്റെ ക്യൂബാണ്. 729 എന്ന് പറയുന്നത് 9ൻ്റെ ക്യൂബാണ്. 9ൻ്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടത് 8ൻ്റെ ക്യൂബായിരിക്കും അല്ലേ? 8ൻ്റെ ക്യൂബാണ് അവിടെ വരേണ്ടത്. എത്ര 8ൻ്റെ ക്യൂബ്? 8ൻ്റെ ക്യൂബ് 512. 512. ദേ ഓപ്ഷൻ എ. അത്യാവശ്യം കുറഞ്ഞത് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബും സ്ക്വയറും കാണാൻ പഠിച്ചു വെച്ചേക്കുക. പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഉപകാരപ്പെടും. നോക്കിയേ, ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു. നമുക്ക് ചെയ്ത് നോക്കാം. ഒരാൾ 20 മീറ്റർ തെക്കോട്ട് നടന്നു. 20 മീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞു. 25 മീറ്റർ എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞു. പിന്നീട് 25 മീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു. വീണ്ടും 25 മീറ്റർ എന്ത് ചെയ്തു? ഇടത്തോട്ട് തിരിഞ്ഞു. 25 മീറ്റർ. വീണ്ടും ഇടത്തോട്ട് 25 മീറ്റർ നടന്നു. വീണ്ടും 25 മീറ്റർ എന്ത് ചെയ്തു? ഇടത്തോട്ട് തിരിഞ്ഞു. നോക്കിയേ, ഇത്രയും ദൂരം അങ്ങോട്ട് നടന്നു. പിന്നെ ഒരു 25 മീറ്റർ നേരെ നടന്നിട്ട് തിരിച്ച് അത്രയും ദൂരം തന്നെ നടന്നു അല്ലേ? ഇവിടെ 25ആണ്, ഇവിടെ 25ആണ് എന്ന് വെച്ചാൽ ഈ വരയുടെ നേരെ തന്നെ എത്തിയില്ലേ? ഈ വരയുടെ നേരെ എത്തി. എങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഈ യാത്ര ഇവിടെ അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ യാത്ര തുടങ്ങിയിടത്ത് നിന്നും യാത്ര തുടങ്ങിയത് എയിൽ നിന്നാണ്. എയിൽ നിന്നാണെങ്കിൽ ഈ ബി വരെയുള്ള ദൂരം എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നോക്കി, എ മുതൽ ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 20ആണെന്ന് പറഞ്ഞു. ബാക്കി ഈ അവശേഷിക്കുന്ന ദൂരം എത്രയായിരിക്കും? നോക്കി, ഈ അവശേഷിക്കുന്ന ദൂരം എന്തിന് ഈക്വലായിരിക്കും? ഈ ദൂരത്തിന് ഈക്വലായിരിക്കും അല്ലേ? ഇവിടുത്തെ 25ന് ഈക്വൽ അല്ലേ ഈ ദൂരവും? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ 25 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 20 + 25 45 മീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത നോക്കിയേ, 248. സോറി, ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല. നോക്കിയേ, റൂട്ട് ഓഫ് 248 പ്ലസ് റൂട്ട് ഓഫ് 52 പ്ലസ് റൂട്ട് ഓഫ് 144. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കിയേ, റൂട്ട് 44 ഇത് നമ്മൾ ചെയ്ത് പറഞ്ഞു. ഈ അകത്തുള്ള റൂട്ട് ഒഴിവാക്കി അല്ലെങ്കിൽ ആ റൂട്ട് ചെയ്ത് വേണം പുറത്തേക്ക് വരാൻ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അകത്തുള്ള റൂട്ട് ഇതാണ് അല്ലേ? റൂട്ട് 144. റൂട്ട് 144 എത്ര? 12 ആണല്ലേ? 12ൻ്റെ സ്ക്വയർ ആണ് 144. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 144 എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി എഴുതാം. 52 പ്ലസ് റൂട്ട് 44ന് പകരം എന്ത് എഴുതി? 12 എന്ന് എഴുതി. എത്ര കിട്ടി? നോക്കിയേ, 64 എന്ന് കിട്ടി അല്ലേ? റൂട്ട് 64 എന്ന് കിട്ടി. ഇത്രയും ഭാഗം. റൂട്ട് 64 എന്ന് പറയുന്നത് എത്രയാ? 8 ആണല്ലേ? റൂട്ട് 64 8 ആണ്. റൂട്ട് 64 എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാറി. ഇങ്ങോട്ട് നോക്കിയേ, 248 ഇവിടെ ഉണ്ട്. ബാക്കി ഇത്രയും പോർഷൻ നമ്മളിപ്പം ചെയ്തു. എത്ര കിട്ടി? 8 കിട്ടി. 248 പ്ലസ് 8 എത്ര കിട്ടി? 256. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 256? എന്തിൻ്റെ സ്ക്വയറാണ് 256? 16ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? 16ൻ്റെ സ്ക്വയർ ആണ് 256. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 16 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു ക്ലോക്കിലെ സമയം 3:30 PM എങ്കിൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? 2 രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 രീതിയിലും ചെയ്തു നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ വെച്ച്, എന്താ ഇക്വേഷൻ വെച്ചുള്ള കണക്ക്? 30H മൈനസ് 11/2 M. വാല്യൂ നോക്കിയേ, 3 എന്ന് പറയുന്ന ഹവർ സൂചിയും 30 എന്ന് പറയുന്ന മിനിറ്റുമാണ് അല്ലേ? ആ വാല്യൂ ഇട്ട് നോക്കിയേ, 30 ഇൻറ്റു ഹവർ 3 ആണ് മൈനസ് 11/2 M എന്ന് പറയുന്നത് 30 ആണ് അല്ലേ? ഓക്കെ, 30 ഇൻറ്റു 3 90 എന്ന് കിട്ടി. 90 മൈനസ് ഈ 2ഉം 30ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു, 15 എന്ന് കിട്ടുന്നു. 15 ഇൻറ്റു 11 എത്ര കിട്ടും? 11 ഇൻറ്റു 15 നമുക്ക് ആൻസർ കിട്ടും 165 എന്ന് കിട്ടും. ഓക്കെ, 90 മൈനസ് 165 വേണ്ട, അങ്ങനെ ചെയ്യേണ്ട. 165 മൈനസ് 90 എന്ന് ചെയ്തോ, ആൻസർ 75 ഡിഗ്രി എന്ന് കിട്ടി. 75 ഡിഗ്രി. ക്ലിയർ ആണോ? 75 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇത് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ്. ഇക്വേഷൻ ഇല്ലാതെ എളുപ്പ വഴി എങ്ങനെ ചെയ്യാം? നോക്കിയേ, 3:30 എന്നുള്ളതാണ് നമ്മുടെ ടൈം. 3:30. ഓക്കെ,
മണിക്കൂർ സൂചി 3 മണിക്ക് എന്ന് പറയണമെങ്കിൽ ഈ മണിക്കൂർ സൂചി എവിടെ വരുമ്പോഴാണ് നമ്മൾ 3 മണി എന്ന് പറയുന്നത്? 3-ൽ വരുമ്പോഴാണ് അല്ലേ. ഇനി 30 മിനിറ്റ് എന്ന് പറയുന്നത് മിനിറ്റ് സൂചി എവിടെ വരുമ്പോഴാണ്? 6-ൽ വരുമ്പോഴാണ് നമ്മൾ 30 മിനിറ്റ് ആയി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 3 - 6 കൺസിഡർ ചെയ്യേണ്ട. 6 - 3 എത്രയായിരിക്കും വ്യത്യാസം? 3 ആയിരിക്കും അല്ലേ. 3 ആണ് വ്യത്യാസം. ആ വ്യത്യാസത്തിനെ ആദ്യമേ 30 കൊണ്ടങ്ങ് ഗുണിക്കുക. വ്യത്യാസത്തിനെ 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 90 എന്ന് കിട്ടും. 90 എന്ന് കിട്ടും. ഇത്രയും സിമ്പിൾ അല്ലേ. ദേ നോക്കിയേ, മണിക്കൂർ സൂചിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 ആണ്. മിനിറ്റ് സൂചി എവിടെ? 6-ലാണുള്ളത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 3-നെ 30 കൊണ്ട് ഗുണിച്ചു, 90 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ദേ ഈ രണ്ട് സൂചി കണ്ടോ, 3-ലും 6-ലും നിൽക്കുന്ന സൂചി അല്ലേ. 3 ആണോ വലുത് 6 ആണോ? 3 ആണോ വലുത് 6 ആണോ? 6 ആണ് ഇവിടെ വലുത് അല്ലേ. വലിയ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. 3-ഉം 6-നെ അപേക്ഷിച്ച് വലിയ നമ്പർ ഏതാ? 6 ആണ്. 6 എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയാണ് അല്ലേ. മിനിറ്റ് സൂചി നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ മിനിറ്റാണ് വലുതെങ്കിൽ ഇവിടെ കിട്ടിയ 90-ൻ്റെ കൂടെ മിനിറ്റാണ് വലുതെങ്കിൽ 90-ൻ്റെ കൂടെ മിനിറ്റിൻ്റെ പകുതി കുറയ്ക്കണം. മിനിറ്റിൻ്റെ പകുതി 30/2 അല്ലെങ്കിൽ 30-ൻ്റെ പകുതി എത്ര? 15. 15 കുറയ്ക്കണം. മനസ്സിലായോ? മിനിറ്റാണ് വലുതെങ്കിൽ, മിനിറ്റ് സൂചി നിൽക്കുന്ന നമ്പറാണ് വലുതെങ്കിൽ എന്ത് ചെയ്യുക? ഈ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഗുണിച്ച് കിട്ടിയ നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? മിനിറ്റിൻ്റെ പകുതി കുറയ്ക്കുക. ഇനി മണിക്കൂർ സൂചിയാണ് വലുതെങ്കിൽ, മണിക്കൂർ സൂചി നിൽക്കുന്ന സംഖ്യയാണ് വലുതെങ്കിൽ എന്ത് ചെയ്യുക? ആ മിനിറ്റിൻ്റെ പകുതി കൂട്ടണം. ഓക്കെ, ഇവിടെ മിനിറ്റ് സൂചിക്കുന്ന നമ്പറാണ് വലുത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ മിനിറ്റിൻ്റെ പകുതി കുറയ്ക്കണം. ആൻസർ എത്ര കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10 ചോദ്യം നമ്മൾ ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ.